ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സാൻഡ്വിച്ച് റെസിപ്പിയുമായിട്ടാണ്. രാവിലെ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഈ ഒരു സാൻഡ്വിച്ച് എല്ലാവർക്കും ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തയക്കാനും നല്ലതാണ്. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ ഒരു ബൗൾ എടുക്കാം. ഇതിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സവാള ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർക്കാം. കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂണ് ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞതും 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കമൊക്കെ അധികം ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഒറിഗാനോ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തത് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഒറിഗാനോ പൊടിക്കുമ്പോൾ ഒന്ന് ചീനച്ചട്ടിയിൽ ചൂടാക്കിയ ശേഷം കയ്യിലിട്ട് ഒന്ന് പൊടിച്ചെടുത്താൽ മതി. ഇനി ഒരു പാൻ അടുപ്പിലേക്ക് വെക്കാം. ഇത് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾ ഏത് ഓയിലാണ് യൂസ് ചെയ്യുന്നത് അത് ഉപയോഗിക്കാവുന്നതാണ്. ഇതിലേക്ക് ഒന്ന് ചൂടായതിനു ശേഷം കോഴിമുട്ടക്കൂട്ട് ഒഴിച്ചു കൊടുക്കാം. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഒരു 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു ബ്രെഡ് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കാം. ബ്രെഡിൻ്റെ 4 വശവും ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഒരു 2-3 പ്രാവശ്യം തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ചീസ് ഒന്ന് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ മൊസറല്ല ചീസാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഇത് 4 വശവും ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഫോൾഡ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, പൊട്ടിപ്പോവരുത്. അതേമാതിരി കോഴിമുട്ട പരത്തിയെടുക്കുമ്പോൾ നല്ല കട്ടിയിൽ പരത്തിയെടുക്കരുത്. കട്ടിയിൽ പരത്തിയെടുക്കുകയാണെങ്കിൽ നമുക്ക് ഫോൾഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. നാല് വശവും ഒന്ന് മടക്കിയെടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്കും ഒരു ബ്രെഡിൻ്റെ പീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഇത് 2 പ്രാവശ്യം തിരിച്ചും മറിച്ചും ഇട്ട് ഒന്ന് മൊരിപ്പിച്ചെടുക്കാം. തീ എപ്പോഴും മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം. ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകുന്നതാണ്. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സാൻഡ്വിച്ച് ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നതാണ്. ഇത് 4ആയിട്ട് നമുക്ക് മുറിച്ചെടുത്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ കൂടെ ടൊമാറ്റോ സോസ് കൂടി ഒഴിച്ച് കഴിക്കുകയാണെങ്കിൽ രുചി കൂടുന്നതാണ്. കുട്ടികൾക്ക് ലഞ്ച് ബോക്സിനൊക്കെ കൊടുത്തയക്കാൻ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ഒരു സാൻഡ്വിച്ച് നിങ്ങളെല്ലാവരും റെഡിയാക്കി നോക്കണം കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതുതായി ഏതെങ്കിലും കൂട്ടുകാർ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ സപ്പോർട്ട് ചെയ്ത് സബ് ചെയ്യാനും കൂടി മറന്നു പോകരുത്. വലതുവശത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് പ്രസ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.